നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ കഴിഞ്ഞു, നേരം പുലർന്നു. എന്നിട്ടും സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ചിരിയും വല്ലാത്തൊരു ഭീതിയും പടരുന്ന ഒരു കാഴ്ചയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ അത് കണ്ട് ചിരിച്ചിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ ആലോചിച്ചപ്പോൾ നമുക്ക് പേടിയായിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഭീതി ഉണ്ടാവും. എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്ററിനെ കുറിച്ചാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജനം TV പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ തപ്പി നോക്കിയിട്ടും തലകുത്തി മറിഞ്ഞിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടാകും, കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകും. ആ പോസ്റ്ററിൻ്റെ ബേസിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എവിടെയാണ് നെഹ്റു എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അതിൽ ജവഹർലാൽ നെഹ്റു ഇല്ല. സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററാണ്. എന്നാൽ ആ പോസ്റ്ററിൽ ഗാന്ധിജിയെ അവസാനം കണ്ടു കിട്ടും. എവിടെ? നമ്മുടെ സവർക്കറിൻ്റെ കുറേ താഴെയായിട്ട് ചെറിയൊരു പൊട്ടുപോലെ ഗാന്ധിജിയെ നമുക്ക് കണ്ടു കിട്ടും. ഇതാണ് ആ പോസ്റ്റർ. കാണുന്നില്ല നിങ്ങൾ? അമ്മാതിരി പോസ്റ്ററാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ രൂഢമൂലമായി കൊണ്ടു നടന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അത്തരക്കാരുടെ ചിന്തകളുടെ തുടർച്ചയായി ഇന്ന് നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൂത്ത വിളനിലമായി ഇന്ത്യയെ അവർ പരീക്ഷണശാലയാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദുത്വ രാഷ്ട്രീയം ഭരണത്തിൻ്റെ എല്ലാ തലത്തിലും കൈവച്ച് കഴിഞ്ഞാൽ ജനം TV പുറത്തിറക്കിയതുപോലുള്ള കാർഡായിരിക്കില്ല. അത് നമ്മുടെ ചരിത്ര നിർമ്മിതിയിലേക്ക് നയിക്കുന്ന സൂചനകളായിരിക്കും. ഗാന്ധിജി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചാണെന്നൊക്കെയുള്ള ചില തമാശകളൊക്കെ ചില ആളുകൾ ഉന്നയിക്കില്ലേ? അതുപോലുള്ള ചോദ്യങ്ങൾ സീരിയസ് ആയി നമ്മൾ ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവോ എന്തായാലും നമുക്കറിയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയപ്പം സവർക്കറുടെ കറുത്ത തൊപ്പിക്ക് താഴെ ഗാന്ധിജി ഒരു പൊട്ടുപോലെ കാണുന്നില്ലേ? സവർക്കർ ആരാണ് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളാണ്. സമരത്തിൻ്റെ ഭാഗമായി കുറേ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അന്തമാനിലെ ജയിലിലേക്ക് അടക്കപ്പെട്ടതിന് ശേഷം സവർക്കർക്കുണ്ടായ രൂപപരിണാമവും ഭാവപരിണാമവും രാഷ്ട്രീയ പരിണാമവും ഒക്കെ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതേ സവർക്കറുടെ തലയുടെ തൊട്ടു താഴെയാണ് ചെറുതായിട്ട് ഗാന്ധിജിയുടെ ചിത്രം നമ്മളിവിടെ കാണുന്നത്. ആ ഗാന്ധിജിയെ വധിച്ച കേസിലെ 9ാം പ്രതി ആയി കുറ്റാന്വേഷണ സംഘം കണ്ടെത്തിയ ആൾ കൂടിയാണ് സവർക്കർ. പിന്നീട് തെളിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സാക്ഷാൽ നാഥുറാം വിനായക് ഗോഡ്സെയെക്കുറിച്ച് നമുക്കറിയില്ലേ? നമ്മൾ അതിലേക്കൊന്നല്ല ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആരാണ് സവർക്കർ, എന്താണ് സവർക്കർ എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ 6 മാപ്പപേക്ഷകൾ, ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നൽകിയ മാപ്പപേക്ഷകളുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ ഈ വീഡിയോക്ക് ആധാരമാക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ആദ്യം പറയാം. PN ഗോപികൃഷ്ണൻ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ PN ഗോപികൃഷ്ണൻ എഴുതിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്നൊരു പുസ്തകമുണ്ട്. മലയാളത്തിൽ വായിക്കേണ്ട പുസ്തകമാണ്. അധികകാലം ഇതിങ്ങനെ നിലനിൽക്കാൻ സാധ്യമില്ലാത്തൊരു പുസ്തകമാണ്. ആ പുസ്തകം ഇതുപോലുള്ള പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആരും കാണാതിരുന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാകാനിടയുള്ള ഭീതിയിലേക്ക് നയിക്കുന്ന ചില പൂർവ്വകാല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 6 മാപ്പപേക്ഷകളുടെ കാര്യം വരും. നമ്മൾ ഗാന്ധിജിയെക്കാളും മൂത്ത സവർക്കറെക്കുറിച്ച് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് ചിത്രം കിട്ടില്ല. എന്താണ് സവർക്കറുടെ ഈ കാലഘട്ടത്തിലുള്ള പ്രവർത്തനം എന്ന് നമുക്ക് ഈ പുസ്തകത്തിലെ മാപ്പപേക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. അതാണ് ഈ വീഡിയോയുടെ ഒരേ ഉദ്ദേശം. ആ സവർക്കറുടെ മാപ്പപേക്ഷാ ജീവിതകാലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ പുസ്തകം. ആധികാരികമായി ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനം ആക്കുകയാണ്. അല്ലാതെ എൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്നുള്ള നിലയ്ക്കപ്പുറത്ത് നമ്മൾ ആശ്രയിക്കുന്ന പുസ്തകത്തിലെ ആധികാരികമായ വിവരങ്ങൾ, തീയതിയും കത്തിൻ്റെ നാളും തീയതിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നത്. 1911 ആഗസ്റ്റ് 30-നാണ് സവർക്കർ ആദ്യ മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയത്. അൻഡമാനിൽ തടവിലെത്തി 2 മാസം കഴിയും മുമ്പ് തന്നെ മൂപ്പരങ്ങ് മാപ്പപേക്ഷ അപേക്ഷിച്ചു. ഞാൻ എന്നെ ഒന്നെങ്ങനെങ്കിലും വിടണം എന്ന് പറഞ്ഞ് അത് തള്ളി. 1912 ഒക്ടോബർ 29-ന് തൻ്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെട്ട 2ാമത്തെ മാപ്പപേക്ഷ എഴുതി. എന്നാൽ അനുമതി കൂടാതെ മറ്റുള്ളവർക്ക് കത്തെഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് അധികൃതർ ആ കത്ത് പിടിച്ചെടുത്തു. അയക്കാൻ പറ്റിയില്ല. പിന്നീടാണ് 3ാമത്തെ മാപ്പപേക്ഷ. അത് 1913-ലാണ്, നവംബർ 14-ന്. ആ കത്തിലെ അവസാന ഖണ്ഡികയിലാണ് സവർക്കർ പൂർണ്ണമായും കീഴടങ്ങുന്ന ചില സൂചനകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഫാഡ്കെയും ചാപ്പേക്കർ സഹോദരരെയും കുറിച്ചും കവിത രചിച്ച അഭിനവ് ഭാരത് എന്ന ബ്രിട്ടീഷ് വിരുദ്ധ സംഘടനയുണ്ടാക്കിയ കഴ്സൺ വില്ലിയെയും ജാക്സണെയും വധിക്കാൻ പ്രേരിപ്പിച്ച, ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിൽ ചാവാനും കൊല്ലാനും യുവാക്കളെ പ്രേരിപ്പിച്ച സവർക്കറുടെ സമ്പൂർണ്ണ കീഴടങ്ങളായിരുന്നു അവിടെ തുടങ്ങിയത് എന്നാണ് PN ഗോപികൃഷ്ണൻ പറയുന്നത്. ആ മാപ്പപേക്ഷയിലെ അവസാന ഖണ്ഡിക ഇങ്ങനെയായിരുന്നു. അത് നിങ്ങൾ കാണണം, കേൾക്കണം. ആ മാപ്പപേക്ഷയുടെ 156-ാമത്തെ പേജിൽ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൽ 156-ാമത്തെ പേജിൽ മുഴുവൻ കത്തും
PN ഗോപീഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഞാൻ അതിലെ ആ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സർക്കാർ അതിൻ്റെ ഉദാരമായ പാതയിൽ ഉൾപ്പെടുത്തി എന്നെ വിമോചിപ്പിക്കാൻ ദയ കാണിക്കുകയാണെങ്കിൽ എന്നെപ്പോലെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് വിധേയനും ഭരണഘടനാ പുരോഗതിയുടെ ഏറ്റവും ശക്തനായ വക്താവുമായി മറ്റാരും ഉണ്ടായിരിക്കില്ല. അതാണല്ലോ പുരോഗതിയുടെ പ്രാഥമികമായ സ്ഥിതിവിശേഷം. ഞങ്ങൾ ജയിലിലായിരിക്കുന്നിടത്തോളം കാലം ബഹുമാനപ്പെട്ട പൊന്നു തമ്പുരാൻ്റെ പ്രജകളിൽ നൂറുകണക്കിനും ആയിരക്കണക്കിനും വരുന്ന വീടുകളിൽ യഥാർത്ഥ സന്തോഷവും ആനന്ദവും വിളയാടുകയില്ല. കാരണം രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണ്. പക്ഷെ ഞങ്ങൾ മോചിതരാവുകയാണെങ്കിൽ ഈ മനുഷ്യർ സ്വയം തിരുത്താനും മാപ്പ് ചോദിക്കാനും, ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിക്കാൻ, ഞാൻ മാത്രമല്ല പുറത്തുപോയ ആളുകൾ മൊത്തം മാപ്പ് ചോദിക്കാനും, ചീത്ത വിമർശനം ഉയർത്തുന്നതിനേക്കാളും പ്രതികാരം ചെയ്യുന്നതിനേക്കാളും അറിവുള്ളവർ സന്തോഷപ്രദമായ ഒരു അട്ടഹാസത്തിലേക്കും ഗവൺമെൻറ്റിനോടുള്ള നന്ദി പ്രകടനത്തിലേക്കും തന്നെത്താൻ ഉയർത്തപ്പെടും. വിടണം കേട്ടോ. പക്ഷേ അതിലുപരിയായി ഭരണഘടനാപരമായ മാർഗത്തിലേക്കുള്ള എൻ്റെ മാറ്റം ഇന്ത്യയിലെയും വിദേശത്തെയും തെറ്റായി നയിക്കപ്പെട്ട, ഒരിക്കൽ എന്നെ മാർഗനിർദ്ദേശകനായി കണ്ട ചെറുപ്പക്കാരെ മുഴുവൻ ഭരണഘടനാ മാർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ്. ഗവൺമെൻറ്റിനെ അവരിഷ്ടപ്പെടുന്ന ഏതു നിലയ്ക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിനെ. കാരണം എൻ്റെ മാറ്റം പൂർണ്ണാർത്ഥത്തിലുള്ള ഒന്നായതിനാൽ ഭാവിയിലും അത് അങ്ങനെ തന്നെയായിരിക്കും. എന്നെ ജയിലിലിടുന്നത് അങ്ങനെ അല്ലെങ്കിൽ ലഭിക്കുന്ന ഗുണങ്ങളോട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ്. ധീരർക്ക് മാത്രമേ ദയാലുക്കളാകാൻ കഴിയൂ. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ രക്ഷാകർതൃത്വത്തിൻ്റെ വാതിലുകൾ അല്ലാതെ വേറെ എവിടേക്കാണ് ധൂർത്തപുത്രന് മടങ്ങാൻ സാധിക്കുക? എനിക്ക് മടങ്ങാൻ സാധിക്കുക? എന്നെ വെറുതെ വിടൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ കത്തിലെ ഒരു ഭാഗത്ത് പറയുന്നത്. പക്ഷേ സവർക്കറുടെ ഈ മാപ്പപേക്ഷയിൽ ബ്രിട്ടീഷ് അധികൃതർ കനിഞ്ഞില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾ ജയിലിലും സമരം തുടരുന്ന കാലത്താണ് ഈ മാപ്പപേക്ഷയിലൂടെ സവർക്കറുടെ തിരിച്ചറിവ് പുറത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കണം. സഹന സമരത്തെ അധിക്ഷേപിക്കുന്നവരുടെ സഹനശക്തി എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് സവർക്കറുടെ ഈ നിലപാട് മാറ്റം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നാടുകടത്തി ജയിലിലടച്ചപ്പോൾ തന്നെ തൻ്റെ പ്രഖ്യാപിത ശത്രുവിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുകയും മാപ്പപേക്ഷയിൽ എന്തു പറഞ്ഞും തിരികെ സാധാരണ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യണം എന്നാഗ്രഹിച്ച ഒരു മനുഷ്യൻ സവർക്കർ. ഇത് കഴിഞ്ഞ് 1914 അടുത്ത സംഭവം. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ സാഹചര്യത്തിൽ ഉടൻ പുതിയൊരു ഐഡിയയുമായി വിനായക് ദാമോദർ സവർക്കർ മറ്റൊരപേക്ഷ എഴുതി. 1914 ഒക്ടോബറിൽ ആ മാപ്പപേക്ഷ അൻഡമാൻ ദ്വീപിലെ ചീഫ് കമ്മീഷണർക്ക് നൽകി. ആ കത്തിലെ ഉള്ളടക്കത്തിലെ ശ്രദ്ധേയമായ ഭാഗം നിങ്ങൾ കേൾക്കണം. ഈ പുസ്തകത്തിലെ 160 പേജിൽ ആ കത്ത് പറയുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ഇപ്പോഴത്തെ യുദ്ധത്തിലെ ഏത് സേവനത്തിനും ഒരു സന്നദ്ധ സേവകനായി പ്രവർത്തിക്കാൻ എന്നെ തന്നെ ഞാൻ താഴ്മയോടെ വാഗ്ദാനം ചെയ്യുന്നു. കത്തിൻ്റെ തുടക്കത്തിലൊക്കെ പറയുന്നത് നമ്മൾ പ്രധാന പോയിൻ്റാണ്. ഏതിടത്താണോ പ്രവർത്തിക്കാൻ ഞാൻ അനുയോജ്യനാണ് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് കരുതുന്ന എവിടെയും, ഇന്ത്യൻ ഗവൺമെൻറ്റാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്, ഒരു രാജ്യം എന്നെപ്പോലെ അപ്രസക്തനായ ഒരാളുടെ സഹായത്തെ ആശ്രയിച്ചല്ല കഴിയുന്നത്. അതേസമയം തന്നെ ഒരാൾ എത്ര കണ്ട് അപ്രസക്തനാണെങ്കിലും രാജ്യത്തെ പ്രതിരോധിക്കാൻ അയാളുടെ അല്ലെങ്കിൽ അവളുടെ സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നത് ഒരു വ്യക്തിയുടെ കടമയാണ് എന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ രാഷ്ട്രീയമായ അക്രമങ്ങൾ നടത്തിയതിന് തടവിലാക്കപ്പെട്ടവരുടെ പൊതുവിമോചനം പോലെ ഇന്ത്യൻ ജനതയുടെ കൂറിനെ വിസ്തൃതമാക്കുകയും അഗാധമാക്കുകയും ചെയ്യുന്ന മറ്റൊന്നില്ല എന്നും ഞാൻ താഴ്മയോടെ ബോധിപ്പിക്കട്ടെ. അത്തരമൊരു സന്ദർഭത്തിലെടുക്കുന്ന അത്തരമൊരു നടപടി വിദേശികളുടെ ഭരണത്തിന് കീഴിൽ കഴിയുന്നതുകൊണ്ട് ഇന്ത്യക്കാർക്ക് തുല്യ അവകാശങ്ങൾ നേടുന്നതിനായി സാമ്രാജ്യത്വത്തിനുള്ളിൽ തന്നെ പൊരുതേണ്ടി വരുന്നു എന്ന മായാ വിചാരത്തിനെ തള്ളിപ്പറയുന്നതോടൊപ്പം അതിനെ എന്നേക്കുമായി ഒഴിവാക്കാനും അതിനുവേണ്ടി തങ്ങളുടെ കൂടെ ചേരാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുക എന്ന നികൃഷ്ടമായ പ്രവൃത്തിയെ ഇല്ലാതാക്കാനും കഴിയും. രണ്ടാമതായി, ഈ തടവുകാർ അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശക്തികൾക്ക് അവരെ തിരുത്തുക വഴി ശക്തിയുള്ളവർക്കാണ് പൊറുക്കാനും മറക്കാനും കഴിയുക എന്ന് തെളിയിക്കാനുമാകും. അതിനുപരിയായി ഹാർഡിംഗ് പ്രഭു ചെയ്ത പോലെ ഭരണഘടനയുടെ വിജയത്തിൻ്റെ രാജപാതയുടെ വിശാലമായൊരു തുറക്കൽ ചോരയുടെയും അക്രമ പ്രവർത്തനത്തിൻ്റെയും മുള്ളു നിറഞ്ഞ പാതയിൽ തിങ്ങി നിൽക്കുന്ന തിന്മയിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും അവരെ മോചിപ്പിക്കില്ലേ? എന്നെ വിടണമെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം, എൻ്റെ അനുയായികളെ മുഴുവൻ ഞാൻ തിരുത്താം, അവർ ഇനി നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കില്ല എന്നുള്ള വാഗ്ദാനമാണ് കൊടുക്കുന്നത്. ഇത്ര വരെ വിനായക ദാമോദർ സവർക്കർ മാപ്പപേക്ഷയിൽ എഴുതി. എന്നിട്ട് മാപ്പ് കിട്ടിയോ? യഥാർത്ഥത്തിൽ പിന്നീടുള്ള കാലത്ത് ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയ കാര്യം കൂടി ഈ ഘട്ടത്തിൽ PN ഗോപീഷ്ണൻ ഓർമ്മിക്കുന്നുണ്ട്. ജയിലിൽ നിന്നിറങ്ങി ജർമ്മനിയോട് ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു ഈ മാപ്പപേക്ഷ എന്ന അവകാശവാദം അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നീട് ഉന്നയിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് തുടർന്നുണ്ടായത് എന്ന് PN ഗോപീഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണ സഹിതം. അതിനായി അദ്ദേഹം 1917 ഒക്ടോബർ 5 എഴുതിയ മറ്റൊരു മാപ്പപേക്ഷ കൂടി ഉദ്ധരിക്കുന്നുണ്ട്. 1914 മാപ്പപേക്ഷ നിരസിച്ചതിന് ശേഷം എഴുതിയ കത്താണിത്. ഇത്തവണ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിക്കാണ് സവർക്കർ കത്തെഴുതിയത്.
ആ കത്തിൽ യുദ്ധവുമായി ബന്ധപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളെ കൂടെ നിർത്താനുള്ള സാധ്യതകൾ വിശദീകരിക്കുന്നതോടൊപ്പം മൊത്തത്തിൽ തടവുകാരെ വിടണം, എന്നെ മാത്രമായി വിടാനല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് എൻ്റെ മേൽ സംശയങ്ങൾ വേണ്ട, എന്നെ ഒഴിച്ച് രാജ്യത്തെ എല്ലാ തടവുകാരെയും വിട്ടോളൂ എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ട്. 6 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ 5-മത്തെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. 5-മതായി, ശരിയായാലും തെറ്റായാലും ആയിരക്കണക്കിന് മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവർ, സമകാലിക ക്രമത്തിന് എതിർ നിൽക്കുന്നവർ എന്ന് കരുതി ജയിലിൽ കിടക്കുന്ന കാലത്തോളം അധികൃതരെ എതിർക്കുന്ന പാരമ്പര്യം അതിൻ്റെ ഭക്തരെയും അന്ധരായ അനുയായികളെയും നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യരെ മോചിപ്പിക്കുകയാണെങ്കിൽ അവരിൽ ചിലരെങ്കിലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുമായി സഹകരിക്കുന്നത് അപകടകരമല്ല എന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കി അക്കാര്യം പ്രസംഗിക്കുകയും ആ പ്രഭാവത്തിന് വേണ്ടി ഉദാഹരണമൊരുക്കുകയും ചെയ്താൽ അവരെ മാതൃകയായി കാണുന്നവരും ഒരു പുതിയ ദിനം പിറന്നുവെന്നും ഭൂതകാലമാകുന്ന ഇരുട്ടിലേക്ക് ഇരുണ്ട സാഹസിക പ്രവൃത്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് ശുദ്ധവായുവും സൂര്യപ്രകാശവും നിറഞ്ഞ പുതിയ പാതയാൽ പുതിയ തുടക്കം ഒരുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കും. ലേശം സങ്കീർണമായ വാചകഘടനയാണ്. അതായത് എന്നെ വെറുതെ വിട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങളെ കുറച്ചാളെ കൂടെ എന്നെയും കൂടിയും വെറുതെ വിട്ടാൽ ഞാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പുറത്തുപോയി പ്രസംഗിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാപ്പപേക്ഷ. ഈ മാപ്പപേക്ഷയും കിട്ടിയ ഉടനെ ബ്രിട്ടീഷ് കമ്പനി ഈ മാപ്പപേക്ഷയും തള്ളിക്കളഞ്ഞു. കാര്യങ്ങൾ ഇതോടെ കൈവിട്ട നിലയിലെത്തി. ഈ സമയം സവർക്കറുടെ ഇളയ സഹോദരൻ, വിനായക ദാമോദർ സവർക്കറുടെ ഇളയ സഹോദരൻ നാരായൺ റാവു വൈദ്യശാസ്ത്രം പഠിച്ച് ഡോക്ടറായി മാറിയിരുന്നു. 1915 ജൂലൈ 28-നും ഒക്ടോബർ 11-നുമായി 2 കത്തുകൾ യേശുവാഹിനിയും സവർക്കറുടെ ഭാര്യ യമുന ബായിയും അവരുടെ ഭർത്താക്കന്മാരുടെ മോചനത്തിനായി യാചിച്ച് വൈസ്രോയി ആയിരുന്ന ഹർഡിംഗ് പ്രഭുവിന് എഴുതിയിരുന്നു. അതേസമയം രാജ്യമാകെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ഗാന്ധിജിയുടെ വരവോടെ സ്വാതന്ത്ര്യ സമരം കീഴടങ്ങലിൻ്റെയും മാപ്പപേക്ഷകരുടെയും അല്ലാത്ത ശക്തമായ പോരാട്ടമായി മാറി. സവർക്കറെ പോലുള്ളവരുടെ സ്വാധീനമില്ലാതാകും വിധത്തിൽ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്ന് മാറി ജനമൊന്നാകെ, മതേതര ജന സമൂഹം ഗാന്ധിജിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ടിരുന്നു. റൗളറ്റ് സത്യാഗ്രഹം രാജ്യമെങ്ങുമുള്ള ജനങ്ങളെ ആകർഷിച്ചു. തടവുകാർ പോലും തങ്ങളാലാവും വിധം തടവറയ്ക്കുള്ളിലും സമരങ്ങളിൽ ഏർപ്പെട്ടു. 1919 ഏപ്രിൽ 13-ന് ലോകത്തെ നടുക്കിയ മറ്റൊരു സംഭവമുണ്ടായി. ജാലിയൻ വാലാബാഗിൽ സംഗമിച്ച 10,000-ഓളം വരുന്ന നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പോലീസുകാർ വെടിയുതിർത്തു. 379 പേരെ വെടിവെച്ചു കൊന്നു. 1200-ലധികം പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെ ചരിത്രത്തിലില്ലാത്ത വിധം ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ക്രൂരമായി പെരുമാറുമ്പോഴാണ് സവർക്കർ ജയിലിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് വാഗ്ദാനം ചെയ്ത സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ നവയാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തിന് വളരാനുള്ള ആവാസഘടന സൃഷ്ടിക്കും വിധം ശുദ്ധി പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ചു. ഹിന്ദുവിന് തങ്ങളുടെ മതത്തിൽ നിന്നും പുറത്തേക്ക് മാത്രമല്ല മുസ്ലിമിന് ഹിന്ദു മതത്തിലേക്കും മതം മാറാമെന്ന സിദ്ധാന്തമുണ്ടാക്കി ബ്രാഹ്മണ മത അടിത്തറ പണിയാൻ യത്നം ചെയ്തു. PN ഗോപീശൻ പറയുന്നത് ഇങ്ങനെയാണ്: റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗും ഇന്ത്യൻ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുമ്പോൾ വിനായക് തൻ്റെ മാപ്പപേക്ഷയിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുഷ്ഠിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിലോ എന്ന് വിചാരിക്കും. ശുദ്ധിപ്രസ്ഥാനം, ബ്രാഹ്മണ മതം, മതം മാറ്റം, ജാതി പ്രാമാണ്യം, ഇതൊക്കെ ഇങ്ങനെ മഹാകാര്യങ്ങളായി പറഞ്ഞ പോലെ പ്രവർത്തിച്ചു മുന്നേറുമ്പോഴാണ് മറ്റൊരു കത്തുകൂടി അദ്ദേഹം എഴുതുന്നത്. സമർപ്പിച്ച 4 മാപ്പപേക്ഷകൾ തള്ളിയ സാഹചര്യത്തിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ അതേ ഭരണകൂടത്തിന് മുന്നിൽ ആ ക്രൂരത നടന്ന 1 വർഷം തികയും മുമ്പ് 1920 മാർച്ച് 20-ന് സവർക്കർ മറ്റൊരു മാപ്പപേക്ഷ നൽകി. ആ മാപ്പപേക്ഷയും നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. അതിലെ 2 ഭാഗം വലിയ കത്താണ്. ആ കത്തിലെ പ്രധാനപ്പെട്ട 2 പോയിൻ്റ് ഉൾപ്പെടുന്ന 2 ഖണ്ഡിക ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ പക്ഷത്ത് നിന്ന് കൂടുതലായി ഒരു സുരക്ഷ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിശ്ചിതവും യുക്തവുമായ ഒരു കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല, അതായത് ഞാൻ പണി നിർത്തും എന്ന പ്രതിജ്ഞ എടുക്കാൻ എനിക്കും എൻ്റെ സഹോദരനും പൂർണ്ണ സമ്മതമാണ്. അത്തരമൊരു പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ പോലും എൻ്റെ തകരുന്ന ആരോഗ്യവും ഞാൻ തന്നെ എനിക്ക് നിഷേധിച്ച വീടിൻ്റെ മധുരാനുഗ്രഹങ്ങളും ശാന്തവും പിന്മടങ്ങിയതുമായ ഒരു ജീവിതം നയിക്കാൻ എന്നിൽ ഉണ്ടാക്കുന്ന അഭിനിവേശത്തിൻ്റെ ഫലമായി സക്രിയമായ രാഷ്ട്രീയത്തിൽ അഭിരമിക്കുന്നതിലേക്കൊന്നും തന്നെ എന്നെ പ്രചോദിപ്പിക്കില്ല. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇതല്ലെങ്കിൽ മറ്റൊരു പ്രതിജ്ഞ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രവിശ്യയിൽ നിലനിർത്തിക്കൊണ്ട് മോചനത്തിന് ശേഷം ഒരു പ്രത്യേക കാലം വരെ ഞങ്ങളുടെ ചലനങ്ങൾ പോലീസിനെ അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം തുടങ്ങി ഭരണകൂടത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന യുക്തമായ നിബന്ധനകൾ ഞാനും എൻ്റെ സഹോദരനും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അവസാനമായി ഞാൻ അഭ്യർത്ഥിക്കുക എന്തെന്നാൽ
ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കളായ ജനങ്ങളിൽ ഭൂരിഭാഗവും ബഹുമാനപ്പെട്ട വയോധിക നേതാവും മിതവാദിയുമായ സുരേന്ദ്രനാഥ് മുതൽ തെരുവിലെ സാധാരണ മനുഷ്യൻ വരെ, പത്രങ്ങളും മാധ്യമ സമൂഹവും പഞ്ചാബ് മുതൽ മദ്രാസ് വരെയുള്ള ഹിന്ദുക്കളും മുഹമ്മദരും എല്ലാവരും ഞങ്ങളുടെ പെട്ടെന്നുള്ള സമ്പൂർണ്ണ മോചനത്തിനായി ആവശ്യപ്പെടുകയും അത് അവരുടെ സുരക്ഷയോട് ഒത്തുപോകുന്ന ഒന്നാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ വിടുന്നതിന് വേണ്ടി ഞാൻ എന്ത് പണിയും എടുക്കാം എന്നാണ് ആ മാപ്പപേക്ഷയിൽ പറയുന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, താങ്കളുടെ ഏറ്റവും വിശ്വസ്ത സേവകൻ VD സവർക്കർ, കുറ്റവാളി നമ്പർ 32778. ഇതാണ് ആ മാപ്പപേക്ഷ. 1911 മുതൽ 1920 വരെയുള്ള കാലത്ത് സവർക്കറുടെ മാപ്പപേക്ഷകളുടെ പശ്ചാത്തലത്തിലെങ്ങും ഗാന്ധിജി ചിത്രത്തിലില്ല. ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്നുമൊക്കെ അപേക്ഷ ഇരിക്കുന്ന കാലത്ത്, ഈ കാലത്ത് ഒക്കെ ഗാന്ധിജിയാണെങ്കിൽ ബ്രിട്ടീഷുകാരുമായി സന്ധിയില്ലാ സമരത്തിലായിരുന്നു. ഒടുവിൽ അയച്ച മാപ്പപേക്ഷകളിൽ ഒന്നും തീരുമാനമാകാതായതോടെ സവർക്കറുടെ ഇളയ അനുജൻ നാരായൺ റാവു ഗാന്ധിജിക്കൊരു കത്തെഴുതി 1920 ജനുവരി 18. ആ കത്തിനെക്കുറിച്ച് ഗോപികൃഷ്ണൻ പറയുന്നുണ്ട്. വ്യക്തിപരമായും ശാരീരികമായുമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സവർക്കർ സഹോദരരെ മോചിപ്പിക്കാൻ ഗാന്ധിജി ഇടപെടേണ്ടതിനെക്കുറിച്ചാണ് കത്തിലുണ്ടായിരുന്നത്. യുക്തമായ തീരുമാനം ഈ സാഹചര്യത്തിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്നാൽ ഗാന്ധിജി 1920 ജനുവരി 25 മറുപടി അയച്ചു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശം തരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നും സമ്പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാലാണ് താങ്കളുടെ സഹോദരൻ ജയിലിൽ പോയത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബൃഹത് ഹർജി തയ്യാറാക്കാനും അതോടൊപ്പം തൻ്റേതായ ഇടപെടലുകൾ നടത്താം എന്നുമാണ് ഗാന്ധിജി പ്രതിവചിച്ചത്. ഗാന്ധിജി വാക്കുപാലിച്ചു. 1920 മെയ് 6 യങ് ഇന്ത്യയിൽ സവർക്കർ സഹോദരർ എന്ന തലക്കെട്ടിൽ ഗാന്ധിജി ലേഖനമെഴുതി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആൻഡമാൻ ജീവിതത്തിൻ്റെ കാലത്ത് മുസ്ലിം വിരുദ്ധത ഉയർത്തിപ്പിടിച്ചിരുന്ന സവർക്കർക്ക് വേണ്ടി ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ശബ്ദമുയർത്തിയത് അഹമ്മദ് ഫയാസ് ഖാൻ ആയിരുന്നു എന്നതാണ്. അതിനിടെ സവർക്കർ ജയിലിൽ വെളിച്ചെണ്ണ നിർമ്മാണത്തിൻ്റെ ഫോർമാനായി 1 രൂപ ശമ്പളത്തിൽ നിയമിക്കപ്പെട്ടു. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. ജയിലിലെ ഔദ്യോഗിക ഭാഷ ഉറുദു ആയിരുന്നു. ഉറുദുവിനെതിരെ ഹിന്ദിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് പ്രധാനമായി ശുദ്ധി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. ഉറുദുവിനെതിരായി ശബ്ദിക്കുക എന്നതായിരുന്നു പ്രധാന സാംസ്കാരിക പ്രവർത്തനം. അതിനിടയിൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി വന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത് സവർക്കർ രംഗത്തെത്തി. ആപത്ത് എന്നാണ് അദ്ദേഹം ഖിലാഫത്തിനെ വിളിച്ചത്. ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കടന്നിരുന്നു. ഗാന്ധിജി ജയിലിലേക്കുള്ള വഴിയിലെത്തി. അപ്പോൾ സവർക്കർ ജയിലിന് പുറത്തേക്ക് എത്തുകയായിരുന്നു. 50 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട സവർക്കർക്ക് അൻഡമാൻ ജയിലിൽ നിന്ന് മോചനം കിട്ടി. ഇന്ത്യ വൻകരയിലേക്ക് തടവ് ശിക്ഷ മാറ്റി. ആദ്യം ആലിപ്പൂർ ജയിൽ, പിന്നെ ബോംബെ പ്രസിഡൻസിയിലെ രത്നഗിരിയിലെ ജില്ലാ ജയിൽ. ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയത്തെ എതിർസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് പോരാടാമെന്ന് അപേക്ഷയച്ച് രാഷ്ട്രീയം പ്രഖ്യാപിക്കുമ്പോഴും പക്ഷേ ജയിൽ മോചനത്തിനായി ഗാന്ധിയുടെ സഹായവും തേടി സവർക്കർ. ഒടുവിൽ സവർക്കർ തൻ്റെ 6ാമത്തെ മാപ്പപേക്ഷ 1921 ആഗസ്റ്റ് 19 അയച്ചു. വിശദമായ അപേക്ഷയിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്. അങ്ങേക്ക് മുമ്പാകെ അപേക്ഷകൻ ഉറപ്പു തരുന്നത് എന്തെന്നാൽ കുറ്റകൃത്യത്തിൻ്റെ നാളുകളിലെ ആളല്ല ഇപ്പോൾ അപേക്ഷകൻ. അക്കാലത്ത് അയാൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു. അന്നു മുതൽ അവൻ വളർന്നത് പ്രായത്തിൽ മാത്രമല്ല അനുഭവങ്ങളിൽ കൂടിയുമാണ്. മാത്രമല്ല ഇനി ഒരിക്കലും രാഷ്ട്രീയ മോഹങ്ങളുടെ ചുഴിയിൽ വീണ് ഇതിനകം ലഭിക്കേണ്ടിയിരുന്ന ഉജ്ജ്വലമായ പദവി നശിപ്പിക്കില്ല എന്നും അപേക്ഷകൻ പശ്ചാത്തപിക്കുന്നു. ബഹുമാനപ്പെട്ട മിസ്റ്റർ മൊണ്ടാഗു ഇന്ത്യ സന്ദർശിച്ച അന്നു മുതൽ അപേക്ഷകൻ പരിഷ്കരണങ്ങളിലും വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസം ഗവൺമെൻറ്റിനുള്ള മുൻ നിവേദനങ്ങളിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പര ബന്ധിതമായ ഏഷ്യൻ തീവ്രവാദികൾ ഇന്ത്യക്കുമേൽ, പ്രത്യേകിച്ചും മുഹമ്മദീയേതര ഇന്ത്യക്കുമേൽ പരമ്പരാഗതമായി തന്നെ പതിച്ച ശാപം പോലെയുള്ളവർ അതിർത്തിയിൽ ഇപ്പോൾ തമ്പടിക്കുന്ന കാഴ്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായി വളരെ അടുത്തതും വിനീതവുമായ ഒരു സഹകരണം രണ്ടു കൂട്ടർക്കും നല്ലതും ഒഴിവാക്കാനാകാത്തതുമായ ഒന്നാണ് എന്ന വിശ്വാസത്തിലേക്ക് അപേക്ഷകനെ തള്ളിവിട്ടിട്ടുണ്ട്. അത് ദീർഘകാലം നിലനിൽക്കുന്നതും ഫലവത്തായതുമായ ഒന്നാകണം എന്ന് മാത്രമാണ് അപേക്ഷകൻ്റെ പ്രാർത്ഥന. ഇതാണ് ആ അപേക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്നിട്ട് ഇതിൻ്റെ ഉപസംഹാരത്തിൽ സവർക്കർ ഇങ്ങനെ എഴുതി: അപേക്ഷകൻ്റെയും സഹോദരൻ്റെയും ഉടനടിയുള്ള വിമോചനത്തിന് ബഹുമാനപ്പെട്ട ഗവർണർ ജനറലിനെയും ബോംബെ ഗവർണറെയും പ്രേരിപ്പിക്കുന്നതിൽ ഈ നിവേദനം പരാജയപ്പെടില്ല എന്ന കാര്യത്തിൽ അപേക്ഷകൻ ആത്മവിശ്വാസം പുലർത്തുന്നു. ആ കാരുണ്യത്തിന് വേണ്ടി അവരുടെ ദീർഘായുസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് അപേക്ഷകൻ്റെ അവസാനത്തെ വാചകം. ആ നിവേദനം പരാജയപ്പെട്ടില്ല. പക്ഷേ 1921 ജൂലൈ 4 ബോംബെ ഗവൺമെൻറ് വിനായകിൻ്റെ കത്ത് പരിഗണിക്കുന്നതായി മറുപടി നൽകി. 1922 സെപ്റ്റംബറിൽ നേരിട്ടുള്ള 6 മാപ്പപേക്ഷകൾക്കും ബന്ധുക്കളുടെ നിരവധി അപേക്ഷകൾക്കും ശേഷം മോചനം യാഥാർത്ഥ്യമായി.
അദ്ദേഹം പുറത്തിറങ്ങി. ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നത് പോലെ പെരുമാറി തുടങ്ങി. ഭരണഘടനാനുസൃതമായ പ്രവർത്തനം എത്രമാത്രം സാധ്യമായി എന്ന് തെളിയിക്കുന്ന പുസ്തകം എഴുതി. ഹിന്ദുത്വ എന്ന പേരിൽ 1923 എ മറാത്ത എന്ന വ്യാജനാമത്തിൽ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന സവർക്കറുടെ മാഗ്നം ഓപ്പസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പുസ്തകം പുറത്തിറങ്ങി. പിന്നീടെല്ലാം ചരിത്രം. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സവർക്കറുടെ ശിഷ്യനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. കുറ്റപത്രത്തിൽ സവർക്കർ 9ാം പ്രതിയായി. കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. എന്നാൽ 1965 മാർച്ച് 22 നിയമിച്ച ജയൽ കപൂർ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. സവർക്കറും ഗോഡ്സെയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി. തെളിവുകൾ നിരത്തി. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകും മുമ്പ് 1966 ഫെബ്രുവരി 26 സവർക്കർ മരിച്ചു. പിന്നീട് എഴുതിയ ഡസൻ കണക്കിന് കഥകൾ ക്ലച്ച് പിടിച്ച് ധൈര്യത്തോടെ പരസ്യമായി വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഒടുവിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജനൻ ടി വിയുടേതു മാതിരി പോസ്റ്റർ അടിക്കും വരെ കാര്യങ്ങളെത്തി. സവർക്കറെ ഉൾപ്പെടുത്തി എന്നതിലല്ല നമുക്ക് ഭയം തോന്നുക. നെഹ്റുവിനെ ഒഴിവാക്കി എന്നതും തൽക്കാലം നമുക്ക് സഹിക്കാം. എന്നാൽ ഗാന്ധിജിയെ കടുകുമണി പോലെ ആക്കി വെച്ചു. അതിൻ്റെ സൂചനയാണ് പ്രധാനം. നാളെ എന്താണ് ആയിക്കൂടാത്തത്? ആരോ നേരത്തെ ഞാൻ പറഞ്ഞ തമാശ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓട്ടോറിക്ഷ ഇടിച്ച് ഗാന്ധി മരിച്ച കഥ ഇനി എന്നാണാവോ പുറത്തു വരിക എന്നുള്ള തമാശ കഥ ഇപ്പോൾ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള ഭാവിയിൽ ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന് നമുക്കറിയില്ല. എന്തായാലും സവർക്കറുടെ തലയ്ക്ക് താഴെ ഗാന്ധിജിയുടെ പൊട്ടുപോലത്തെ കറുത്ത ചിത്രം പതിപ്പിച്ചവർക്ക് നല്ല നമസ്കാരം. PN ഗോപീഷൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ നമുക്കും നന്നായി വരും. നല്ല നമസ്കാരം.